ഞാൻ ഹരീഷ് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ നിന്നാണ്. അപ്പോൾ കേരള ചെസ് അസോസിയേഷൻ്റെയും അതുപോലെ തന്നെ ബ്ലൈൻഡ് സ്കൂൾ ആലുവയുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ചെസ് മത്സരം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങളും വളരെ മെച്ചപ്പെട്ട തന്നെയായിരുന്നു. ഫുഡ് എല്ലാം കാര്യങ്ങളും വളരെ നന്നായിട്ട് തന്നെ ലഭിക്കുകയുണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ സംഘാടകർക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും കൂടുതൽ ഇതുപോലുള്ള അവസരങ്ങൾ ഒരുക്കുമെന്നും കൂടി പ്രതീക്ഷിക്കുന്നു. ഹലോ, ഞാനിപ്പോൾ ഉള്ളത് ആലുവ സ്കൂൾ ഫോർ ബ്ലൈൻഡ് സൊസൈറ്റി സ്കൂളിലാണ്. വളരെ സന്തോഷം. ഇവിടെ നമ്മുടെ ചെസ് ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സെക്കൻഡ് ഡേ ആണ്. വളരെ നല്ല ടൂർണമെൻറ്റാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഫെസിലിറ്റീസ് ആണെങ്കിലും ഒരുപാട് കാഴ്ചകളുണ്ട്. പിന്നെ ഇപ്പോൾ പാർക്കായാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ പറ്റി. ഇപ്പോൾ കുട്ടികളൊക്കെ നമ്മൾ ഇപ്പോൾ പ്ലാനറ്റ്സിൻ്റെ കാര്യങ്ങളായാലും അതുപോലെ തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റമൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് തൊട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു അറ്റ്മോസ്ഫിയർ ഇവിടെ കാണാൻ പറ്റി. അതൊരു പുതിയ ചേഞ്ചായിട്ട് തോന്നി. എൻ്റെ പേര് നീരജ എന്നാണ്. ഞാൻ വരുന്നത് പാലക്കാട്ടിൽ നിന്നാണ്. അപ്പോൾ വെള്ളിയാഴ്ച മുതൽ ഇവിടെ ഉണ്ട്, ആലുവ സ്കൂളിലുണ്ട്. സ്കൂള് മുന്നേ ശിൽപ്പ് പറഞ്ഞ പോലെ തന്നെ നല്ല സൗകര്യങ്ങളും എല്ലാം കൊണ്ട് അടിപൊളിയാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ചെസ് ടൂർണമെൻറ്റ് നല്ല രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇവിടുത്തെ ഫുഡായാലും സ്റ്റേ ആയാലും ഒക്കെ ഒന്നിനൊന്നിനും മെച്ചമാണ്. എൻ്റെ പേര് അൽഅമി. ഞാൻ ഇവിടെ ടൂർണമെൻറ്റ് വന്നതാണ്. എൻ്റെ രണ്ടാമത്തെ ടൂർണമെൻറ്റാണ്. ടൂർണമെൻറ്റൊക്കെ കൊള്ളാം, താമസം കൊള്ളാം, ഒരു ബുദ്ധിമുട്ടില്ല. വളരെ നന്നായിട്ട് എല്ലാ സംഘാടകർ സംഘടിപ്പിക്കുന്നുണ്ട്. ഇത്രയും വലിയ സീനിയർ പ്ലേയേഴ്സിൻ്റെ അവിടെ കളിക്കാൻ പറ്റിയ നല്ല കാര്യമാണ്. ടൂർണമെൻറ്റൊക്കെ കൊള്ളാം. മൊത്തത്തിൽ നല്ല ടൂർണമെൻറ്റാണ്. ഭക്ഷണവും താമസവും എല്ലാം നല്ലതാണ്. ഞാൻ ഡോക്ടർ അജിത് കരുവപ്പള്ളി, തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. ഈ ചെസ് മത്സരം ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. 40 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ചെസ് കളിക്കണം തോന്നിയപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ പരിചയത്തിലാണ് ഞാൻ ഇവിടെ എത്തിച്ചേരുന്നത്. ഇവിടെ വന്നപ്പോൾ എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ആളുകൾക്ക് താമസിക്കാനുള്ള സൗകര്യം, ഭക്ഷണം സുഖപ്രദവും ഉള്ള നല്ല രീതിയിലുള്ള ഭക്ഷണം തന്നെയാണ്. ഞാൻ ഇവിടെ അല്ല പുറത്താണ് താമസിക്കുന്നതെങ്കിലും ഇവിടെ കൂടെ ഉള്ളവരുടെ അഭിപ്രായത്തിൽ നല്ല താമസവും ഭക്ഷണമൊക്കെ ഉണ്ട്. പിന്നെ കാലാവസ്ഥയ്ക്ക് മാത്രമേ ഉള്ളൂ കുഴപ്പം. അത് മാത്രമല്ല സംഘാടകർ വളരെ സൗകര്യം ചെയ്തു തരുന്നവരും എല്ലായിടത്തും വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നവരുമാണ് എല്ലാ സംഘാടകരും. ഇവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ ഫാദർ ജോൺ ജേക്കബായിട്ടാണ് ഞാൻ ആദ്യം കാണുന്നത്. അദ്ദേഹം വളരെ നല്ലൊരു മനുഷ്യൻ. എല്ലായിടത്തും എങ്ങനെ വളരെ നന്നായി ടാക്കിൾ ചെയ്യുന്ന മനുഷ്യനാണ്. എന്തുകൊണ്ടും ഈ ഒരു അവസരം എനിക്ക് വളരെ ഉപകാരപ്പെട്ടു എന്നുള്ളതാണ്. ഒരുപാട് പരിചയപ്പെടാവുന്നതിനും പല പ്രമുഖരായിട്ടുള്ള ആളുകളെ കാണാനൊക്കെ കഴിഞ്ഞു. വളരെ സന്തോഷം ഇവിടെ വന്നതിൽ. ഇനി ഇതുപോലുള്ള ചെസ് മത്സരങ്ങളിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ പേര് മുഹമ്മദ് സാലി പി കെ, കോഴിക്കോട് നിന്നാണ് വരുന്നത്. അപ്പോൾ ഞാൻ ടൂർണമെൻറ്റിന് തലേ ദിവസം വെള്ളിയാഴ്ച വൈകുന്നേരം 8 മണിക്ക് ഇവിടെ എത്തി. പിന്നെ അതിൽ തന്നെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ മെസ്സിൻ്റെ നേരെ മുകളിൽ തന്നെ താമസമൊക്കെ റെഡിയാണ്. അത് കഴിഞ്ഞ് പിറ്റേന്ന് ടൂർണമെൻറ്റുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഇനാഗ്രേഷനും ഇന്നലെ ഒരു 4 റൗണ്ട് കോമ്പറ്റീഷനും കഴിഞ്ഞു. നല്ലൊരു ടൂർണമെൻറ്റായിരുന്നു. ഏകദേശം 80-ഓളം ആളുകളൊക്കെ പങ്കെടുത്തിട്ടുള്ള ടൂർണമെൻറ്റാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടി. എൻ്റെ എല്ലാ സുഹൃത്തുക്കളെക്കൊന്നും വീണ്ടും പരിചയം പുതുക്കാനും പിന്നെ വളരെ സന്തോഷമായിട്ടുള്ളൊരു ടൂർണമെൻറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ജിജു ആണ്, മലപ്പുറം സ്വദേശിയാണ്. ഓൾ കേരള ചെസ് ടൂർണമെൻറ്റിന് വേണ്ടി ആലുവ സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് ആലുവ സ്കൂളിലേക്ക് വന്നിരിക്കുകയാണ്. ഏറ്റവും മനോഹരമായിട്ടുള്ള താമസ സൗകര്യവും ഭക്ഷണവും എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഇവിടുത്തെ സ്റ്റാഫാണെങ്കിലും നമുക്ക് വലിയ രീതിയിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കി തന്നുകൊണ്ടിരിക്കുന്നത്. പേര് കെ അനിൽകുമാർ, സ്ഥലം ആലപ്പുഴയാണ്. ഞാൻ അനിൽ ചെമ്പക്കുളം എന്നറിയപ്പെടുന്നു. ഞാൻ ടൂർണമെൻറ്റിൽ സ്ഥിരമായി പങ്കെടുക്കാറുള്ളതാണ്. കഴിഞ്ഞ ടൂർണമെൻറ്റിൽ പങ്കെടുത്തു. പക്ഷേ എനിക്ക് ഇതിൻ്റെ ട്രെയിനിങ് അങ്ങനെ വലുതായിട്ടൊന്നും കിട്ടുന്നില്ല. കഴിഞ്ഞ ടൂർണമെൻറ്റിൽ പങ്കെടുത്തതിന് ശേഷം അടുത്ത ടൂർണമെൻറ്റിലാണ് പങ്കെടുക്കുന്നത്. എൻ്റെ നാട്ടിൻപുറത്ത് ഈ ചെസ്സിനോട് വലിയൊരു താല്പര്യമില്ലാത്ത മേഖലയാണ്. അങ്ങനെ വരുന്ന ടൂർണമെൻറ്റ് കൊണ്ട് വളരെയധികം ഉപകാരമുണ്ട്. കാരണം ഈ ഇതിനോട് കുട്ടികളാകുമ്പോൾ അവരുടെ ഇങ്ങനെ സ്കൂളിലോ മറ്റ് അക്കാഡമികളിലോ ഒക്കെ അതിന് വേണ്ട ട്രെയിനിങ് കിട്ടുന്നുണ്ട്. കുട്ടികൾ ഈ രംഗത്തേക്ക് വളരെ സജീവമായി തന്നെ രംഗത്തേക്ക് കടന്നു വരുന്നുണ്ട്. പ്രായമായുള്ള ആളുകൾക്കും വരുവല്ല സ്കൂളുകളിലോ കോളേജുകളിലോ ഒക്കെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും ഒക്കെ ആണെങ്കിൽ തന്നെയും അവിടെയും അതിന് വേണ്ട ട്രെയിനിങ് അവർക്ക് കിട്ടുന്നുണ്ട്. നാട്ടിൻ പ്രദേശത്തുള്ളവർക്കാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ട്രെയിനിങ് കിട്ടാതെ വരുന്നൊരു സാഹചര്യം. അതിനുവേണ്ടി ഈ ചെസ് അസോസിയേഷൻ ഇതുപോലുള്ള ടൂർണമെൻറ്റുകൾ നാട്ടിൻപുറങ്ങളിലേക്ക് കൊണ്ടുപോയാൽ
അതിന് നല്ലൊരു പ്രചാരണം ഈ ടൗണുകളിൽ നടക്കുന്നതിനെക്കാട്ടി നല്ലൊരു പ്രചാരണം നാട്ടിൻപുറങ്ങളിൽ നിന്ന് കിട്ടും. അങ്ങനെ താമസം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്കൂളിൽ ഇതിനു മുമ്പ് ചെസ്സിന് വന്നിട്ടില്ല. പക്ഷേ ആദ്യമായിട്ടാണ് ഈ സ്കൂളിൽ വരുന്നത്, ചെസ്സിന് വേണ്ടി വരുന്നതും മറ്റെന്തെങ്കിലും ഒരു ആവശ്യത്തിനും ആദ്യമായിട്ട് വരുന്നത്. ഇവിടെ എല്ലാവിധ സൗകര്യവും, താമസത്തിനും കുളിക്കാനും മറ്റുള്ള ബാത്റൂം സൗകര്യങ്ങളും ആഹാരത്തിനും എല്ലാ കാര്യത്തിനും എന്ന് പറഞ്ഞാൽ നല്ലതായ ഒരു സഹകരണം ഇവിടുത്തെ സ്റ്റാഫിൽ നിന്നും മറ്റുള്ള സഹായിക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരിൽ നിന്നെല്ലാം നല്ലൊരു സഹകരണമാണ്. യാതൊരു കുറ്റവും തെറ്റും പറയാനില്ല. ഞാൻ സാദറാണ്, മലപ്പുറം. അപ്പോൾ ചെസ് ടൂർണമെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. എന്തായാലും നല്ലൊരു ടൂർണമെൻറ്റാണ്. മത്സരമൊക്കെ പുരോഗമിക്കുകയാണ്. പിന്നെ ടൂർണമെൻ്റ് ആയാലും സംഘടന ആയാലും ഒക്കെ നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഇവിടെ മുമ്പ് വന്നിട്ടുണ്ട് ആലുവയിൽ. അപ്പോൾ ഒക്കെ അക്കോമഡേഷൻ ആയാലും എല്ലാം അടിപൊളിയാണ്. മൊത്തത്തിലൊരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അക്കോമഡേഷൻ ആയാലും സംഘടന ആയാലും മൊത്തത്തിൽ തന്നെ, അതെല്ലാം നല്ല തന്നെ. അങ്ങനെയൊന്നും കാരണമാണ് ഞാൻ ഇവിടെ തന്നെ എത്താൻ കാരണം എൻ്റെ മോനെ കൊണ്ടായിരുന്നു. കൊണ്ട് നല്ല രീതിയിൽ നടക്കുന്ന മത്സരമാണ് ആദ്യം നടക്കുന്നത്. അതിന് ഈ സ്കൂളിനെയും ഈ സംഘാടകരെയും വളരെ അഭിനന്ദിക്കുകയാണ്. എൻ്റെ മകൻ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മകൻ്റെ പേര് ദേവനാഥ്, പിന്നെ എൻ്റെ ഭാര്യ വിശാല, മക്കൾ 3 പേരാണ്. അവരും എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് ഫാമിലിയായിട്ട്. ഞാൻ കാർത്തികേയൻ, കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ LLB കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റായി പ്രാക്ടീസ് ചെയ്യാണ്. അപ്പോൾ ചെസ് അസോസിയേഷനും നമ്മളെ യൂത്ത് ഫോറും സ്കൂൾ ഫോർ ദ ബ്ലൈൻഡും സംയുക്തമായിട്ട് നടത്തിയൊരു ചെസ് ടൂർണമെൻറ്റാണ്. വളരെ നല്ലൊരു ടൂർണമെൻറ്റായിരുന്നു. ഇപ്പോൾ ഇത് ലാസ്റ്റ് ദിവസമാണ്. സംഘാടനത്തിലായാലും ടൂർണമെൻറ്റിൻ്റെ എല്ലാ തരത്തിലുള്ള എല്ലാ മേഖലയിലായാലും നല്ല തരത്തിലുള്ളൊരു അനുഭവമായിരുന്നു ഈ ഒരു ടൂർണമെൻറ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പം ഇതിനു മുമ്പ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിലും ഓരോ വർഷവും സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് വെച്ച് ചെസ് ടൂർണമെൻറ്റ് നടത്തുമ്പോൾ പുതിയ പുതിയ മാറ്റങ്ങളായിട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു അനുഭവമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. എൻ്റെ പേര് ഷൈബു, കണ്ണൂരിൽ നിന്ന് വരുന്നു. വളരെ മികച്ചതാണ്. താമസവും പിന്നെ പ്ലേയിങ് ഹാളും പിന്നെ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം വളരെ നിലവാരമുള്ളതാണ്. ഇതുവരെ ഇത്ര നല്ല ടൂർണമെൻറ്റ്, ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് ടൂർണമെൻറ്റാണിത്. എൻ്റെ പേര് ശരത്ത്, കോഴിക്കോടാണ് സ്വദേശം. ആലുവ സ്കൂളിലൊരു പരിപാടിക്ക് വരിക എന്നുള്ളത് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഓരോ ടൂർണമെൻറ്റ് അവർ മെച്ചപ്പെട്ട് നടത്തുന്നത് ഏറ്റവും നല്ലൊരു ടൂർണമെൻറ്റാണിത്. അപ്പോൾ അക്കോമഡേഷനും ഫുഡും അതുപോലെ പ്ലേയിങ് ഹാളും വളണ്ടിയറിങ്ങും എല്ലാം ഇവിടുത്തെ ടീച്ചേഴ്സും എല്ലാം നല്ല സപ്പോർട്ടാണ്. ഏറ്റവും മികച്ചൊരു ടൂർണമെൻറ്റാണ് ഈ ആലുവ സ്കൂൾ നടക്കുന്ന ഈ ടൂർണമെൻറ്റ്. എൻ്റെ പേര് ബലറാം എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് കളിക്കാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 2 ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന കേരള അസോസിയേഷൻ്റെ നേതൃത്വത്തിലും അതുപോലെ ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൻ്റെ നേതൃത്വത്തിലൊക്കെ ഉള്ള ചെസ് ടൂർണമെൻറ്റ് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം എടുത്ത് പറയേണ്ട ഇവിടുത്തെ താമസ സൗകര്യം, ഭക്ഷണം, അതുപോലെ മറ്റ് അറേഞ്ച്മെൻറ്റുകൾ ഒക്കെ നമുക്ക് വളരെ സൗകര്യപ്രദമായിട്ടുള്ള രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് കാഴ്ചപരമായിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് സഹായം വോളണ്ടിയേഴ്സിൻ്റെ ഒക്കെ ഹെൽപ്പ് വേണ്ടി വരുന്നതാണ്. അപ്പോൾ അതെല്ലാം ഭംഗിയായിട്ട് തന്നെ ഇവിടെ നിർവഹിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ സന്തോഷത്തോടെ ഇരുന്ന് കളിക്കാനും അതുപോലെ ബാക്കി ഭക്ഷണമൊക്കെ റിലാക്സിംഗ് ആയിട്ട് ഉള്ളതായതുകൊണ്ട് നമുക്ക് കഴിക്കാനും ഒക്കെ സന്തോഷം ഉണ്ട്. അതുകൊണ്ട് തന്നെ ടൂർണമെൻറ്റ് നന്നായിട്ട് പങ്കെടുക്കാനും സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സംഘടിപ്പിച്ച കേരള ചെസ് അസോസിയേഷനും പ്രത്യേകിച്ച് ആലുവ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് അവരാണ് നമുക്ക് വേദിയൊക്കെ തന്നിരിക്കുന്നത്. അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. 2 ദിവസമായി ആലുവ ബ്ലൈൻഡ് സ്കൂളിൽ നടക്കുന്ന ചെസ് ടൂർണമെൻറ്റിൽ നല്ല മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഭക്ഷണമൊക്കെ നല്ല സൗകര്യം, നല്ല താമസവും നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും നല്ല സഹായ സഹകരണങ്ങൾ ബ്ലൈൻഡ് സ്കൂളിൻ്റെ ഭാഗത്തു നിന്നും നമ്മൾക്ക് ലഭിച്ചു. സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. കടപ്പാടും അറിയിക്കുന്നു.